പിണറായി സർക്കാരിന്റെ പ്രിയപ്പെട്ടവൻ, കമ്മ്യൂണിസ്റ്റുകളുടെ പ്രിയപ്പെട്ടവൻ വാസുവിന് ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ എത്തിയിട്ട് പോലും ജാമ്യം ലഭിക്കുന്നില്ല. സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യമായിട്ടുണ്ടല്ലേ ഇതൊരു ചെറിയ കൊള്ളയല്ല, ഒരു വലിയ കൊള്ളയാണെന്ന്. സുപ്രീം കോടതി വാസുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴത്തേക്ക് ഇന്നലെ കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജി, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അയ്യപ്പൻ ആവേശിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു ഹിന്ദു ഗാനമൊക്കെയാണ് അദ്ദേഹം ആ വിധിന്യായത്തിൽ കോട്ട് ചെയ്തത്. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്താലും തീരുമോ ഈ പാപമെന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. അദ്ദേഹം ഇത് കോട്ട് ചെയ്താണ് ചെയ്തത്. അതെന്തായാലും സുപ്രീം കോടതി വരെ മുഴങ്ങിയിരിക്കുമെന്നാണ് തോന്നുന്നത്. ഈ വാസുവിനെ പോലുള്ള ഈ ഒരു കൊടും കള്ളന് എങ്ങനെ സുപ്രീം കോടതി ജാമ്യം കൊടുക്കും എന്നുള്ളതാണ് അവരുടെ തന്നെ ഒരു കൺഫ്യൂഷൻ. കാര്യം ഇദ്ദേഹം കേരള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിട്ടിരുന്ന ഒരാളാണ്. ഒരുപാട് ഗവൺമെൻറ് പൊസിഷൻസ് വഹിച്ച ഒരാളാണ്. ലീഗൽ പ്രൊഫഷനും ഉണ്ടായിരുന്നു പുള്ളിക്കാരന്. അദ്ദേഹം ഒരു, എനിക്ക് തോന്നുന്ന വിജിലൻസിൻ്റെ അതിൻ്റെ ഒരു ട്രിബ്യൂണലിൻ്റെ ജഡ്ജി വരെ ആയിരുന്ന ഒരാളാണ് വാസു. അപ്പോൾ ആ ഒരു ലീനിയൻസി ഒന്നും സുപ്രീം കോടതി അദ്ദേഹത്തിന് കൊടുക്കാൻ യാതൊരു സാധ്യതയില്ല. വയസ്സ്, പ്രായം, ഇതൊന്നും അവർ ചെയ്ത കൃത്യം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു കൊലപാതകത്തിന് പോലും കോടതി ജാമ്യം കൊടുക്കാറുണ്ട്. ഒരു ഹീനമായ കൊലപാതകം നടന്നപ്പോഴത്തേക്ക് പോലും കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതുപോലെ മെഡിക്കൽ ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളും. ICUവിൽ കിടന്ന ആളെ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടിടുക എന്നുള്ള കാര്യം ആ സർക്കാരിന് ഇത് മനസ്സിലായി. ഇതൊരു റോബറിയാണെന്ന്. തെഫ്റ്റ് എന്ന് പറയുന്ന ഒരു നല്ല വാക്കാണ്, പക്ഷേ ഇത് റോബറിയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. ഇത് ഒന്നല്ല, 100 അല്ല, ഒരു 180 പ്രതികളെങ്കിലും ഇതിനകത്ത് വന്നാലേ പറ്റുള്ളൂ. ഇപ്പം ഉള്ള SIT അനുസരിച്ചിട്ട് വെറും 13, 15, 16 പ്രതികൾ മാത്രമേ ഉള്ളൂ. 180 പ്രതികളെങ്കിലും ഇതിനകത്ത് വരും എന്നുള്ളതാണ് നമ്മുടെ ഏകദേശമുള്ള കണക്ക്. കാര്യം 1998 മുതലുള്ള എല്ലാ ദേവസ്വം ബോർഡും അംഗങ്ങളും ചെയർമാന്മാരും, അത്രയും കാലമുള്ള ഈ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ, ഇത്രയും കാലമുള്ള മേൽശാന്തിമാർ, ഇവരെല്ലാം അറിഞ്ഞിട്ടാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം നടന്ന കൊള്ളയല്ല. ഇത് ഒരു ആസൂത്രിതമായിട്ട് വർഷങ്ങളോളം എടുത്ത് കക്ഷിഭേദമന്യേ, മുന്നണി ഭേദമന്യേ നടത്തിയ കൊള്ളയാണ് ഇതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പം ഇത്രയും വലിയ, അതായത് ദൈവത്തിനെതിരായിട്ടുള്ള, മനുഷ്യനെതിരായിട്ടുള്ള ഒരു കുറ്റമാണെങ്കിൽ കോടതി പിന്നെയും സഹിക്കുമായിരുന്നു. ഇത് മനുഷ്യനെതിരായിട്ട് മാത്രമല്ല, ദൈവത്തിനെതിരായിട്ടുള്ള ഒരു ഹീനമായ കൃത്യം എന്നാണ് ഹൈക്കോടതി ഇതിനെ വിശേഷിപ്പിച്ചത്. അല്ല, സഖാക്കൾ ഇന്ന് നിയമസഭയിൽ പറയുന്നത് ഈ സ്വർണം അടിച്ചു മാറ്റിയത് സോണിയാഗാന്ധിയാണ്. ആ സഖാവിന്റെ പേര് ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി പറയുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണമുണ്ട്. ശരി, സ്വർണം കട്ടത് സോണിയാഗാന്ധിയാണ്. ശരി, അദ്ദേഹം കൂടെ അംഗമായിട്ടുള്ള ക്യാബിനറ്റിന് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ടല്ലോ. ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന്റെ സ്വന്തം വകുപ്പിലല്ലേ ഉള്ളത്. ആഭ്യന്തര വകുപ്പ് എന്താ ഇതുവരെ അന്വേഷിച്ച് നടപടിയെടുത്തില്ല? എന്തുകൊണ്ട് സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യുന്നില്ല? പിണറായിയുടെ പോലീസിന് സോണിയാഗാന്ധി പോയി അറസ്റ്റ് ചെയ്യാമല്ലോ. എന്താ ചെയ്യാത്ത? എന്താ കണ്ടെടുക്കാത്ത? കേരള പോലീസിന് ഇപ്പോൾ പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ പോകാമെങ്കിൽ ഡൽഹി ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ. ഏകദേശം ട്രെയിൻ ഫെയർ ഒക്കെ ഏകദേശം തുല്യമാണ്. അല്ല, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ BJPക്കെതിരെയുള്ള യോഗത്തിൽ കൈപൊക്കാനായിരിക്കും വിളിക്കുന്നത്. അതാ പ്രശ്നം. ഇവർ ഇന്ത്യ മുന്നണി കൊള്ളയാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇന്ത്യ മുന്നണി മൊത്തത്തിൽ ഇതിനകത്തുണ്ട്. ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു ഇത്രയും കാലം BJPക്കാർക്ക് ദേവസ്വത്തിലോ ഭരണത്തിലോ ഒന്നും ഇതുവരെ അധികാരത്തിലൊന്നും കൈവയ്ക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് അവരെ പേരും വന്നില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവരെ പേരും കൂടെ വന്നില്ല. കാര്യം ഈ ശർക്കര കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരില്ല എന്ന് പറഞ്ഞ മാതിരി ഇതിനകത്ത് കൈയിട്ടവരെല്ലാം നക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണോ ഇതിനകത്ത് അവസരം കിട്ടിയിട്ടുള്ളത് നോക്കിയിട്ട് ഇവരെയൊക്കെ അറസ്റ്റ്. ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട്, പണ്ടോറാസ് ബോക്സ് എന്ന് പറയും. ഇപ്പോൾ ഇന്നലെയും പുതിയ കഥാപാത്രങ്ങൾ ദിവസവും നമ്മളെ കഥകളി 4-ാം ദിവസം എന്ന് പറയുന്ന മാതിരി ഓരോ ദിവസവും പുതിയ പുതിയ കഥാപാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാജഗോപാലൻ നായർ വന്നിട്ടുണ്ട് പുതിയ കഥാപാത്രമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പിന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാർ വന്നിട്ടുണ്ട്. ഈവൻ ആ എഴുതിയിരിക്കുന്ന ഒരു ദേവപ്രശ്നത്തിൽ പുതിയ ധ്വജം സ്ഥാപിക്കണമെന്നേ ഉള്ളൂ. കൊടിമരം എന്നല്ല, കൊടി സ്ഥാപിക്കണമെന്നേ ഉള്ളൂ. അതിന് കൊടിമരം ആക്കിയവർ കൊടിമരം അങ്ങ് പ്രതിഷ്ഠിക്കുക ചെയ്ത്. ഇതിൽ ആകെ പറ്റിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടിമരത്തിൽ നട അടച്ചതിന് ശേഷം ആരോ പെയിൻറ് ചെയ്യുക, ആ പെയിൻറ് മാറ്റാൻ വേണ്ടിയിട്ട് കൊടിമരം തന്നെ മാറ്റുക, കോൺക്രീറ്റ് കൊടിമരത്തിന് പിന്നെ എന്താ പറയുന്നത് കോൺക്രീറ്റ് കൊടിമരത്തിന് ചെതലരിക്കുക. പിന്നെ കാളയ്ക്ക് ഗർഭം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവർക്കൊക്കെ അതിന് സാധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ കോൺക്രീറ്റ് കൊടിമരത്തിന് ചെതലരിച്ചു, അതുകൊണ്ട് പുതിയ കൊടിമരം അങ്ങ് സ്ഥാപിച്ചു. ദേവപ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ദേവപ്രശ്നം ഒറ്റരാശി ദേവപ്രശ്നം രഹസ്യമായിട്ട് വയ്ക്കുന്നുണ്ട്.
ഇതിങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിലെ പോലീസ് ഫോഴ്സ് തികയില്ല എന്ന് തോന്നുന്നു. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും പ്രത്യേകിച്ച് ശബരിമലയിലും നടന്നിരിക്കുന്ന കുറ്റങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് കോടതിയുടെ മുമ്പ് എത്തിക്കാൻ പ്രത്യേക പ്രോസിക്യൂട്ടർ അന്വേഷണം പുരോഗമിക്കുകയാണെങ്കിൽ ജയിലിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ യോഗം കൂടാല്ലേ? ഇന്ത്യ മുന്നണിയുടെ യോഗം ഓൾറെഡി ഉണ്ടല്ലോ. ഇപ്പോൾ അജയ് തറയിൽ ബാക്കിയുള്ളവരൊക്കെ സ്വാഭാവികമായിട്ട് അവരകത്ത് പോകും. കേരളത്തിൽ വെളിയിലെ അപ്പം ഇന്നലെ പിന്നെ നമ്മുടെ കോമഡി ഗോവിന്ദൻ പറഞ്ഞത് കേരളത്തെ പറ്റിയിട്ട് BJP-ക്കാർക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞത്. കേരളത്തെ പറ്റിയിട്ട് കേരളത്തിലുള്ളവർക്കാണ് അറിയാത്തത്. കാര്യം കേരളത്തിന് വെളിയിൽ ഇന്ത്യ മുന്നണിയാണെന്നും ആ ഇന്ത്യ മുന്നണി കേരളത്തിൽ എന്തുകൊണ്ട് ക്ലച്ച് പിടിക്കുന്നില്ല എന്നും ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ എണീറ്റ് ഗോവിന്ദൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തീരാന്നുള്ളത് പ്രശ്നം. പക്ഷേ ഇന്നൊരാരും ചോദിച്ചിട്ടില്ല, ചോദിക്കത്തുമില്ല. കളിക്കാവിളയ്ക്ക് അപ്പുറത്തും പിന്നെ എന്താ പറയുന്നത് മംഗലാപുരത്തിനപ്പുറത്തും സാധിക്കുന്ന ഇന്ത്യ മുന്നണി എന്തുകൊണ്ട് കേരളത്തിൽ പറ്റത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനവർക്ക് അത് താത്വികമായ മൂർത്തമായ കാര്യങ്ങളൊക്കെ അവരിൽ കാണും. അതുകൊണ്ട് ഈ ഇന്ത്യ മുന്നണി മാത്രമല്ല, ഇതിനകത്ത് അവസരം കിട്ടി എല്ലാവരും മോഷ്ടിച്ചിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് മാത്രം നോക്കാനുള്ളൂ. കഷ്ടകാലത്തിന് ഒരു ദേവസ്വം ബോർഡ് യോഗം കൂടാനുള്ള ആൾക്കാരെ അകത്തുള്ളൂ. ഇനിയും ഇതിനിടയ്ക്ക് വന്ന ഒരുപാട് ദേവസ്വം ബോർഡ്, അതും നമുക്ക് മനസ്സിലാക്കാം. പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡിൻ്റെ ഓർഡിനൻസ് വഴി കാലാവധി വെട്ടിച്ചുരുക്കിയിട്ടാണ് ഈ കള്ളം വാസുവിനെയും കട്ടള പരമുവിനെയൊക്കെ അവിടെ കൊണ്ട് കട്ടള പപ്പനെയൊക്കെ അതിനകത്തോട്ട് കയറ്റിയത്. അതായത് സാധാരണ വഴിയിൽ കൂടെയല്ല, പിൻവാതിൽ കൂടിയുള്ള ഒരു നിയമനമായിരുന്നു. അപ്പോൾ ആ നിയമനത്തിന് ഇൻട്രസ്റ്റ് എടുത്തവരും എല്ലാവരും ഇതിനകത്ത് തൽപര കക്ഷികളാണല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഓർഡിനൻസ് പോയി, ആരുടെ താല്പര്യമായിരുന്നു, എന്തിനു ചെയ്തു, ഇവരെല്ലാവരും എൻ്റെ പുറത്ത് വരും. എനിക്ക് തോന്നുന്നു 10 വർഷത്തെ പിണറായി വിജയൻ്റെ മധുവിധു അവസാനിക്കുകയാണെന്നാണ് തോന്നുന്നത്. എനിക്കിപ്പം തോന്നുന്നത് BJP-ക്കാർ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് തോന്നുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് വന്നിരിക്കുന്ന ഒരു വില്ലൻ എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞ മാതിരി വില്ലൻ എന്ന് പറഞ്ഞാൽ ED ആണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ED പിണറായി വിജയൻ്റെ വേറൊരു PR വർക്കാണെന്നാണ് തോന്നുന്നത്. ED 21 ഒരേ സമയത്ത് റെയ്ഡ് ചെയ്തു, കണ്ടുപിടിച്ചു, എടുത്തെന്ന് പറഞ്ഞു. ഇത് CPM ചാരന്മാരാണ് ED എന്ന് പറയുന്നത്. കാര്യം ഇതിനകത്തുള്ള വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടന ആയിരിക്കണം കേരളത്തിലെ ED. മൊത്തത്തിൽ ED അല്ല പറയുന്നത്, കേരളത്തിലെ ED. അതിൽ ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ ഈയിടയ്ക്ക് സർക്കാർ പറഞ്ഞേക്കുകയും ചെയ്തു, ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ. ഇത് ഞാൻ പറഞ്ഞതല്ല, പഴയ റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ സാർ പറഞ്ഞാണ് ED ഇതിനകത്ത് അവതരിച്ചിരിക്കുന്നത് വിവരങ്ങൾ ചോർത്തി CPM-ന് നൽകാനാണെന്നാണ്. എൻ്റെ ഉത്തരവാദിത്വം എനിക്കല്ല, ഞാൻ അദ്ദേഹത്തിനെ തന്നെ കോട്ട് ചെയ്യാണ്. അദ്ദേഹം അത് പറയുകയും ചെയ്തു. കൊല്ലനും കൊല്ലത്തെയും തമ്മിലുള്ള ഒരു അടി പോലെയാണ് ഈ ED വരുന്നത്. ഇന്നലെ തന്നെ നമുക്ക് 2 റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒന്ന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളുടെ മാത്രം സ്വത്ത് 30 കോടിയിൽ മേലെയാണ്. കണ്ടുകെട്ടിയത് വെറും 1.25 കോടി രൂപയാണ്. 1.25 കോടി രൂപയുടെ സ്വത്താണ്. ബാക്കി 28.5 കോടി രൂപയുടെ സ്വത്ത് ഫ്രീ ആയിട്ട് പോകാൻ ഇദ്ദേഹത്തെ എന്തിനെ ED അനുവദിച്ചു? നമ്മൾ ആലോചിക്കേണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് ED ചെയ്യുന്നു, ED അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് SIT അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് പോകുന്നത്. ED-യെ ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത് CPM-നും LDF-നും കൃത്യമായി കാര്യങ്ങൾ അതാത് സമയത്ത് അറിയാനും അത് പ്രതിരോധിക്കാനും വേണ്ടിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഈ കോൺഗ്രസും BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മുന്നണി നമുക്ക് നേരത്തെ CPM എപ്പോഴും ED-യെ വിമർശിക്കുന്ന പതിവാണ്. അത് ഞാൻ പറഞ്ഞത് അത് അവരുടെ ഒരു PR വർക്കാണ്. ED-യെ വിമർശിക്കുക എന്നുള്ളത് ഒരു PR വർക്കാണ്. ഇന്ന് വരെ കേരളത്തിൽ നടന്നിട്ടുള്ളതിൽ ED എന്താണ് ചെയ്തിട്ടുള്ളത്? ആകെ എൻ്റെ അറിവിലുള്ളത് ആകെ അവർ ഇത് ചെയ്തിട്ടുള്ളത് എന്താ പറയുന്നത്, ഫ്രീസ് ചെയ്ത് വിറ്റിട്ടുള്ളത് ദേശാഭിമാനിയുടെ പഴയ ബിൽഡിംഗ് മാത്രമാണ് അവർ വിറ്റിട്ടുള്ളത്. അത് ദേശാഭിമാനി ചാക്ക് രാധാകൃഷ്ണൻ വിൽക്കുകയും അത് കള്ളപ്പണമാണെന്ന് മനസ്സിലാക്കുകയും രാധാകൃഷ്ണൻ ഇപ്പോഴും ജയിലിനകത്താണ്. ആ ഒരു പ്രോപ്പർട്ടി മാത്രമാണ് ED കേരളത്തിൽ ജപ്തി ചെയ്ത് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം റെയ്ഡ് നടത്തും, അന്വേഷണം നടത്തും, തെളിവെടുക്കും, മൊഴിയെടുക്കും. ഇന്നുവരെ ഒന്നും സംഭവിച്ചില്ല. ജലീലിനെ കേരളത്തിൽ ഇപ്പോൾ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ BJP നേതാക്കൾ പോയിട്ട് കേരളത്തിലെ ഏത് പാർട്ടിയുടെ നേതാക്കളാണ് ED റെയ്ഡ് ചെയ്യാത്തതും ചോദ്യം ചെയ്യാത്തതും മൊഴിയെടുക്കാത്തതും? എന്നിട്ട് എന്തെങ്കിലും പുറത്തു വന്നോ? ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ED-ക്കകത്ത് പഴയ SFI-ക്കാരാണ് ED-ക്കകത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. അവരാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ ജോലികൾ ചെയ്യുന്നതെന്ന നമ്മുടെ ശ്രീ കമാൽ പാഷ സാറിൻ്റെ വ്യൂ പോയിന്റ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വ്യൂ പോയിന്റാണ്. അദ്ദേഹം അങ്ങനെ പെട്ടെന്ന് ഒരു കാര്യത്തിലോട്ട് എടുത്ത് ചാടി പറയുന്ന ഒരാളല്ല. അദ്ദേഹം പറഞ്ഞത് തന്നെ ഈ ED ഈ കേസിനകത്ത് കക്ഷി ചേരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആ വിവരങ്ങളെല്ലാം ED-ക്ക് ലഭിക്കും.
എന്നാൽ ഇ ഡിയെ കക്ഷി ചേർത്തതിനെതിരായിട്ട് കേരള ഗവൺമെൻറ് സുപ്രീം കോടതി പോയില്ലല്ലോ. ഹൈക്കോടതി കൊടുക്കാൻ പറഞ്ഞു, വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് പോയിട്ട് ഇ ഡി ഈ കേസിൽ ഇടപെടാൻ പാടില്ല. ഇപ്പം നമ്മൾ ഒരു കേസിൽ വേറൊരാൾ കക്ഷി ചേരുന്നതിനകത്ത് നമുക്ക് ഒബ്ജക്ഷൻ പറയാം, നമ്മൾ പ്രതിയാണെങ്കിൽ അല്ലെങ്കിൽ വാദിയാണെങ്കിലും പറയാം. പക്ഷേ എന്തുകൊണ്ട് പറയുന്നില്ല? അവർ കേരള ഹൈക്കോടതി വിട്ടപ്പോഴത്തേക്ക് അവർ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവർ കൊല്ലത്തും റാന്നിയിലുള്ള കോടതിയിൽ ചെന്നിട്ട് എല്ലാ വിവരങ്ങളും ശേഖരിച്ച് കൊടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു ജോലിയാണ് ഇ ഡി ചെയ്യുന്നത്. ഈ 21 ഒരേ സമയത്ത് 105 പേരുടെ റെയ്ഡ് എന്നൊക്കെ പറയുന്നത് വെറും പ്രഹസനമാണ്. ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു അന്വേഷണ സംഘമാണ്. അത് CPM മാത്രമല്ല, കോൺഗ്രസിന് മാത്രമല്ല, BJPക്കും കൂടെ അവരുടെ പുറത്തുണ്ടാകുന്ന വിശ്വാസം ഇല്ലാതാവും. ഇത് ഇ ഡിയുടെ മറ്റ് ഏതെങ്കിലും സംസ്ഥാനത്തിലുള്ള ഏജൻസികൾ വരികയും അന്വേഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധിക്കും. എന്തായാലും ഇ ഡിയുടെ ഈ അന്വേഷണം കൊണ്ട് നിൽക്കാൻ പോകുന്നില്ല. മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ റെയ്ഡ് നടത്തിയ സ്ഥിതിക്ക് അവിടുത്തെ ഇ ഡി യൂണിറ്റുകൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അലർട്ടാണ്. ഒരുപാട് ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ തന്നെ ഒരുപാട് കള്ളപ്പണ ഇടപാടുകൾ ഇതിനകത്ത് പുറത്തു വരാൻ കിടപ്പുണ്ട്. ഇനിയും വരാനുണ്ട്. ഈ ഇൻകം ടാക്സ് ഇപ്പോൾ ഇത്രയും വന്ന സ്ഥിതിക്ക് ഇയാൾക്ക് 30 കോടി രൂപ സ്വത്തുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻകം ടാക്സിൻ്റെ ഇൻ്റലിജൻസ് യൂണിറ്റ് ഉണ്ട്. അതൊരു അന്വേഷണ ഏജൻസിയാണ്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് വന്നിട്ട് ഇവർക്ക് ഈ വന്ന ഇൻകം എങ്ങനെ വന്നു എന്നും അതിന് ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നും ഇല്ലെങ്കിൽ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകത്തിന് ടാക്സ് ഫൈൻ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇൻകം ടാക്സ് യൂണിറ്റ് ഇതിനകത്ത് വരാനുണ്ട്. അങ്ങനെ ഒത്തിരി ഏജൻസികൾ ഇനിയും വരാനുണ്ട്. ഫിനാൻഷ്യൽ CBI ഉണ്ട്. ഫിനാൻഷ്യൽ CBIക്ക് ഒരു കേസ് അന്വേഷിക്കുന്നതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ആവശ്യമില്ല. CBIക്ക് ആവശ്യമുണ്ട്. ഫിനാൻഷ്യൽ ക്രൈം ബ്രാഞ്ച് ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ടൊരു അന്വേഷണ സംഘം കൂടെ ഉണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി അന്വേഷിക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ആവശ്യമില്ല. ഇത് അന്തർ സംസ്ഥാന ഏജൻസിയിൽ നടന്ന കുറ്റമായതുകൊണ്ട് പിന്നെ സീരിയസ് ഫ്രോഡ് അങ്ങനെ ഒരുപാട് ഏജൻസികൾ ഇതിനകത്ത് വരാനുണ്ട്. ഇന്നലെ വന്ന പുതിയ വാർത്ത അനുസരിച്ചിട്ട് കാണിക്കയിലും നടവരുമാനത്തിലുമൊക്കെ ഒരുപാട് വെട്ടിപ്പ് നടന്നതായിട്ട് വീണ്ടും റിപ്പോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ട സ്വർണവും ആദ്യം നമ്മൾ ദ്വാരപാലക പാളിയിൽ നിന്ന് തുടങ്ങി കട്ടളയിലോട്ടെത്തി കൊടിമരത്തിലോട്ടായി, ഇനി അകത്തുള്ള പ്രഭാമണ്ഡലങ്ങളിലോട്ട് ആയി, കാണിക്ക വഞ്ചിയിലോട്ടായി, ഈ ശബരിമല മലയോടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് പേര്. അത്രയ്ക്കുള്ള ഒരു ഓർഗനൈസ്ഡ് ക്രൈമായിട്ടാണ് നമ്മളിത് മാറിയിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ ജാമ്യം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസി SITയുടെ കഴിവ് ഇന്നലെ കണ്ടു. 90 ദിവസമായിട്ട് ഉണ്ണികൃഷ്ണന് ജാമ്യം കൊടുത്തിട്ടില്ല, കുറ്റപത്രം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കോടതി അയാൾക്ക് സ്വാഭാവിക ജാമ്യം ഒരു കേസിൽ അനുവദിച്ചു. അയാൾ പുറത്തിറങ്ങിയിട്ടില്ല. എന്നാലും ഇനി ഒരാഴ്ചക്കകത്ത് അടുത്ത കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ അയാൾ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്.